നമസ്കാരം. മാനനീയ പരമേശ്വരിയുടെ സ്മൃതി ദിനമാണ് ഈ ഫെബ്രുവരി 9. യുഗപുരുഷനായ പരമേശ്വരി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മളിൽ നിന്ന് അകന്നിട്ട് ഇന്ന് 5 വർഷം ആവുകയാണ്. ഈ സ്മൃതി ദിനത്തിൽ പരമേശ്വരിയെ അനുസ്മരിക്കുക എന്നത് ഒരു അസാധ്യമായ കർമ്മമാണ്. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതല്ല ആ യുഗപുരുഷന്റെ ജീവിതവും കർമ്മവും. ഒരു തരത്തിൽ നിർവചിക്കാൻ സാധ്യമല്ലാത്ത വണ്ണം ബഹുതല സ്പർശിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരു ഉത്തമ വിദ്യാർത്ഥി, പഠിച്ച ക്ലാസ്സുകളിൽ പഠിച്ച വിഷയങ്ങളിലൊക്കെയും ഒന്നാമതായി മാത്രം വിജയിച്ചു കൊണ്ടിരുന്ന പ്രതിഭാശാലിയായ ഒരു വിദ്യാർത്ഥി, സംസ്കൃത പണ്ഡിതനായ വേദശാസ്ത്ര പാരംഗതനായ അച്ഛനിൽ നിന്ന് ചെറുപ്പം മുതലേ തന്നെ കാവ്യങ്ങളും നാടകങ്ങളും വേദവും ഉപനിഷത്തുമൊക്കെ അഭ്യസിച്ച ഭാരതീയ സനാതന ധർമ്മ സിദ്ധാന്തങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ശിഷ്യസത്തനം ചെറുപ്പം മുതലേ തന്നെ മനസ്സിൽ കടന്ന ഭാഷയുടെ ആ അനുഗ്രഹം, സരസ്വതി ദേവിയുടെ ഒരു ഉത്തമ പുത്രൻ എന്ന നിലയിൽ സദാ ആശീർവാദം ലഭിച്ച ഒരു ശരിയായ കവി, ചെറുപ്പകാലം മുതലേ എഴുതിയിരുന്ന വ്യക്തിത്വം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കവിത രൂപപ്പെടുന്നത്, കോളുകൊണ്ട വേമ്പനാട് എന്ന കവിത. ആ കവിത സ്കൂൾ തലത്തിലെ യുവജനോത്സവത്തിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ 1ാം സ്ഥാനത്ത് പരമേശ്വരൻ എന്ന ആ കുട്ടിയുടെ കവിത സമ്മാനം ലഭിച്ചപ്പോൾ 2ാം സ്ഥാനം ലഭിച്ചത് കേരളത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ കവികളിൽ ഗാനരചയിതാക്കളിൽ പ്രധാനിയായിരുന്ന വയലാർ രാമവർമ്മയായിരുന്നു. അത്രയ്ക്ക് പ്രതിഭാസമ്പന്നനായ ഒരു കവിയായിരുന്നു പരമേശ്വരൻ. പിന്നീട് ചെറുപ്പം മുതലേ ആർജിച്ചതായ ആസ്തിക്യബോധം, ധർമാഭിമാനം, വേദശാസ്ത്ര പുരാണങ്ങളിലെ പാരംഗതത്വം, ഇതെല്ലാം കൊണ്ട് ഹിന്ദുത്വ ആശയങ്ങളിലേക്ക്, ദർശനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിയ ഒരു മഹത്തരമായ പഠനകാലം. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സംഘവുമായി ബന്ധപ്പെടുകയും ഒരു ഉത്തമ സ്വയംസേവകനായി, സമർപ്പിത മനസ്സോടുകൂടിയ ഉത്തമ സ്വയംസേവകനായി മാറുകയും ചെയ്ത വ്യക്തിത്വമായി പരമേശ്വരൻ. എന്നും അദ്ദേഹത്തിൻ്റെ സ്വയംസേവകത്വം, അദ്ദേഹത്തിലെ കാര്യകർത്താവ് എന്ന ഭാവം, അത് എല്ലാ കാലത്തും സ്വയംസേവകർക്കും സംഘടനാ പ്രവർത്തകർക്കും ഒരു മാതൃക ആയി. തിരുവനന്തപുരത്ത് കോളേജ് വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ ശാഖയുടെ മുഖ്യ ശിക്ഷകനായി. സമ്പർക്കം നടത്താനും എല്ലാവരോടുമായി സ്നേഹപൂർണമായി സംസാരിക്കാനും സംഘത്തിൻ്റെ ആശയത്തോടൊപ്പം ഹിന്ദുത്വത്തിൻ്റെ ആഴമുള്ള ദർശനങ്ങൾ, പരിചയം തൻ്റെ സഹപ്രവർത്തകർക്കും മറ്റു സ്വയംസേവകർക്കും, ഇനി മുതിർന്നവർക്ക് പോലും പകർന്നു കൊടുക്കാൻ കഴിവുറ്റ ഒരു വ്യക്തിത്വമായിരുന്നു പരമേശ്വരൻ. അതേ കാലഘട്ടത്തിൽ തന്നെ അന്ന് കേരളത്തിൻ്റെ വിവേകാനന്ദനായി അറിയപ്പെട്ടിരുന്ന സ്വാമി ആഗമാനന്ദജിയുമായിട്ട് അടുത്ത ബന്ധത്തിൽ ഏർപ്പെടാൻ കാലടിയിലെ ആശ്രമത്തിൽ പോയി ആഗമാനന്ദജിയുടെ കൂടെ ദിവസങ്ങളോളം ജീവിക്കാനും ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അതിനോടൊപ്പം തന്നെ ഹിന്ദു സംഘടനാ പ്രവർത്തനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കൂടുതൽ ഒരു സമർപ്പണം മനസ്സിൽ വളരാൻ ഇടയായി. അങ്ങനെ ആഗമാനന്ദജിയുടെ ആധ്യാത്മിക ദർശനങ്ങളിലേക്കും അദ്ദേഹം ആഴത്തിലിറങ്ങി എന്ന് കാണാം. ഇതർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെ, അവസ്ഥകളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിയതി തന്നെ
ഈശ്വര നിശ്ചയം എന്നോണം അദ്ദേഹത്തിൽ വരുത്തിയ ഒരു വലിയ മാറ്റമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം ഭൗതികവാദ ദർശനങ്ങളിലേക്ക് വഴിമാറി പോകുമോ എന്ന സംശയം നിലനിന്നിരുന്ന സമയം. ഇവിടേക്ക് കടന്നു വന്ന വൈദേശിക മതങ്ങളുടെ സ്വാധീനം വളർന്നു വരികയും അതിലേക്ക് യുവാക്കളും സാധാരണ ഹിന്ദുക്കളും കൂടുതൽ ആകർഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. അത്തരം സന്ദർഭത്തിലാണ് സ്വാമി ആഗമാനന്ദ ഹിന്ദുത്വത്തിൻ്റെ ഒരു ഉജ്ജ്വല പ്രചാരകനായി മാറുകയും അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണി ഹിന്ദു മഹത്വം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകരമാവുകയും ചെയ്തപ്പോഴായിരുന്നു മാന്യ പരമേശ്വർജി എന്ന യുവാവ് ആഗമാനന്ദജിയുമായി അടുക്കുന്നതും തൻ്റെ കർമ്മമണ്ഡലത്തെ കൂടുതൽ സ്പഷ്ടമായി തിരിച്ചറിയുന്നു. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരു മഹത്തരമായ വ്യക്തിത്വം സംഘത്തിൻ്റെ രണ്ടാമത്തെ സർസംഘചാലകായ പൂജനീയ ഗുരുജിയോടൊപ്പം കഴിയാനും അദ്ദേഹത്തിൻ്റെ സന്ദർശന സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഗുരുജിയുടെ പ്രബന്ധകനായി അദ്ദേഹത്തിൻ്റെ സഹായിയായി ജീവിക്കാനും പരമേശ്വർജിക്ക് ഇതെല്ലാം കൊണ്ട് ആ കാവ്യ മനസ്സ്, ആ ദാർശനിക മനസ്സ്, ആ ആധ്യാത്മിക പ്രഭാവം തുളുമ്പുന്ന ആ യുവ ബുദ്ധി കൂടുതൽ സൂക്ഷ്മതരമാവുകയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാവി എന്താണ്, താൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിശ്ചയമെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം തൻ്റെ BA ഓണേഴ്സ് പരീക്ഷ പൂർത്തിയായി ഒരു തരത്തിൽ പറഞ്ഞാൽ റിസൾട്ടിന് പോലും കാത്തു നിൽക്കാതെ, എന്താണ് റിസൾട്ട് എന്ന് പോലും കാത്തു നിൽക്കാതെ അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരകനായി. ആ കാലഘട്ടത്തിൽ കേട്ട ഒരു വാർത്ത, പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ പരമേശ്വർജി സംഘത്തിൻ്റെ ശിബിരത്തിലായി. ആ ശിബിരത്തിൽ BA ഓണേഴ്സിൻ്റെ റിസൾട്ട് വന്നു എന്ന് പരമേശ്വർജി അറിയിച്ചപ്പോൾ നിസ്സംഗനായി അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ് എന്ന് കേട്ടിട്ടുണ്ട്: ആർക്കാണ് രണ്ടാം റാങ്ക് എന്നാണ്. ഒന്നാമത്തെ റാങ്ക് ആർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വർണ്ണ മെഡലോടുകൂടി BA ഓണേഴ്സ് പഠിച്ചിറങ്ങിയ പരമേശ്വർജി അതിനു മുമ്പേ തന്നെ നിശ്ചയിച്ച സംഘത്തിൻ്റെ പ്രചാരക രീതി അത് സ്വീകരിച്ചു. വിവിധ മേഖലകളിൽ, പ്രധാനമായും കോഴിക്കോട് സംഘത്തിൻ്റെ പ്രചാരകനായി കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിച്ചു. ഇതേ കാലഘട്ടത്തിലാണ് സംഘത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കണം എന്ന ഒരു നിശ്ചയം കേന്ദ്രീയ തലത്തിൽ എടുക്കുകയും വിവിധ പ്രസിദ്ധീകരണങ്ങൾ വിവിധ ഭാഷകളിൽ, ഹിന്ദിയിൽ യുഗധർമ്മ, പാഞ്ചജന്യ, ഇംഗ്ലീഷിൽ ഓർഗനൈസർ, ഇതൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ മലയാളത്തിൽ ഒരു മാധ്യമം, ദേശീയ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം ആവശ്യമാണ് എന്ന് വന്നപ്പോൾ അതിൻ്റെ നേതൃത്വം സ്വാഭാവികമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സരസ്വതി ദേവിയുടെ ഉത്തമപുത്രൻ പരമേശ്വർജി തന്നെ സ്വയം ഏറ്റെടുത്തു. പ്രചാരകനായിരിക്കെ തന്നെ കേസരിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ നോക്കിയാൽ കേസരിയുടെ അപ്രഖ്യാപിത അനൗദ്യോഗിക ആദ്യ പത്രാധിപരായി പരമേശ്വർജി പ്രവർത്തിക്കുന്നു. ആദ്യത്തെ പത്രാധിപർ കുറിപ്പ് പോലും സംഘത്തിൻ്റെ അവിടുത്തെ ഒരു ഒറ്റമുറി കാര്യാലയത്തിനുള്ളിലിരുന്ന് രാത്രിയിൽ മുന്നിഞ്ഞു കത്തുന്ന വിളക്കിൻ്റെ മുന്നിലിരുന്ന് പരമേശ്വർജി എഴുതിയ ആദ്യ പത്രാധിപ കുറിപ്പ് ഇന്നും പത്രപ്രവർത്തന വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകം. അങ്ങനെ കേസരി ആരംഭിക്കുന്ന കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ് ചെറുപ്പകാലത്ത് അദ്ദേഹം വളരെ ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്ന ഒരു കവിയായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ സംഘത്തിൻ്റെ പ്രചാരക ജീവിതം സ്വീകരിച്ചതോടുകൂടി ഇത്രയും ഉന്നതമായ കവിത്വഗുണം തുളുമ്പുന്ന ആ മനസ്സിൻ്റെ ചോദനകളെ, ആഗ്രഹങ്ങളെ, കവിത എഴുതാനുള്ള ആഗ്രഹത്തെ പോലും സംഘത്തിനായി, രാഷ്ട്രത്തിനായി അദ്ദേഹം തൽക്കാലം മാറ്റിവെച്ചു. രചനയുടെ മേഖലയിലേക്ക്, ഭാവനയുടെ ലോകങ്ങളിലേക്ക് അധികമായി പടർന്നു കയറാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ സംഘസമർപ്പിതമായ ജീവിതത്തിന് ബാധയായിരുന്നുമോ എന്ന് ചിന്തിച്ച് സാധാരണഗതിയിൽ കവിത എഴുതുകയും കഥ എഴുതുകയും ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പ്രസിദ്ധിയും
മറ്റുള്ളവരുടെ അഭിനന്ദനവും അംഗീകാരവും കിട്ടാൻ ബുദ്ധിമുട്ടാവും. പരമേശ്വരജി ആ അംഗീകാരത്തിൻ്റെയും പേരിൻ്റെയും പ്രശസ്തിയുടെയും ലോകത്തിൽ നിന്ന് സ്വയം മാറി നിന്നുകൊണ്ട് രചന എന്ന കാര്യം, എഴുത്തെന്ന കാര്യത്തെ പോലും മാറ്റി നിർത്തി. സാധാരണ വ്യക്തികൾക്ക്, സാധാരണ എഴുത്തുകാർക്ക് ഒരിക്കലും സാധിക്കാത്ത, ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് പരമേശ്വരജി ആ ചെറുപ്പകാലത്ത് ചെയ്തത്. സംഘത്തിന് വേണ്ടി സമയം കൊടുക്കുമ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വ്യാപരിച്ചാൽ ഒരു പക്ഷേ സമയം കുറഞ്ഞു പോകുമോ എന്നതായിരുന്നു ആ ത്യാഗിയുടെ മനസ്സ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അങ്ങനെ മാറ്റിവെച്ച ആ രചനയുടെ ലോകത്തേക്ക് പിന്നീട് സംഘ നിർദ്ദേശപ്രകാരം അദ്ദേഹം തിരിച്ചു വരികയാണ്. സംഘത്തിന് ഗീതങ്ങൾ ആവശ്യപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ഹിന്ദിയിലും മറ്റുമുള്ള ഗീതങ്ങളുടെ പരിഭാഷയായിരുന്നു ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഉണ്ടായിരുന്നത്. അന്നത്തെ ക്ഷേത്ര പ്രചാരകനായിരുന്ന മാന്യ യാദവ് ജോഷിജി പരമേശ്വരജിയോടും മാധവജിയോടും ഹരിയട്ടനോടുമൊക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യം, മൗലികമായ കൃതികൾ സംഘഗീതങ്ങളായി വരട്ടെ. എല്ലാവരും ആശയോടെ പ്രതീക്ഷയോടെ നോക്കിയത് പരമേശ്വരിയുടെ മുഖത്തേക്കായി. അങ്ങനെയാണ് അദ്ദേഹം സംഘത്തിന് വേണ്ടി തന്റെ രചനാ ലോകത്തേക്ക് വീണ്ടും കടന്നു വരുന്നത്. അങ്ങനെ എഴുതിയ എത്രയെത്ര ഗീതങ്ങൾ. ആ ഗീതങ്ങളുടെ രചനാ ലോകത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് സ്വാഭാവികമായിട്ടും കവിതയുടെ ലോകത്തേക്കുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിരുന്നു. നിരവധി കവിതകൾ, നിരവധി രചനകൾ അതോടുകൂടി സംഭവിക്കും. സംഘ സ്വയംസേവകന്മാർക്ക് പുലർച്ചയ്ക്ക് പാടാനുള്ള സംഭാഷണം തുടങ്ങി. സംഘസ്ഥാപകനായ ഡോക്ടർ ജിയെ പ്രകീർത്തിച്ചുകൊണ്ട് അത് സ്തുതിയാണോ അതോ അത് വന്ദനയാണോ ശ്രദ്ധാഞ്ജലിയാണോ, ഏതായാലും അങ്ങനെ എഴുതിയ ഗീതങ്ങൾ, എത്രയെത്ര ഗീതങ്ങൾ. അദ്ദേഹത്തിൻ്റെ കവിത, അദ്ദേഹത്തിൻ്റെ കവിത്വം എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ലോകോത്തരങ്ങളായി. അങ്ങനെ കവിതയുടെ ലോകത്തേക്ക് സംഘത്തിന് വേണ്ടി അദ്ദേഹം പുനരാനയിക്കപ്പെടുന്നു. പിന്നീടാണ് സംഘത്തിന്റെ നേരിട്ടുള്ള പ്രചാരക ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുതിയൊരു നിയോഗം വന്നു ചേരുന്നത്. രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം നോക്കാൻ അദ്ദേഹം നിശ്ചയിക്കപ്പെടും. ഭാരതീയ ജനസംഘത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എന്ന നിലയിലും പിന്നീട് അഖില ഭാരതീയ ചുമതല, അഖില ഭാരതീയ ജനറൽ സെക്രട്ടറി, ഉപാധ്യക്ഷൻ എന്ന നിലയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. ഒട്ടും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന്. ആധ്യാത്മികതയിൽ സദാ വിഹരിക്കാൻ, ഒപ്പം സംഘപ്രവർത്തനത്തിൽ എപ്പോഴും മുഴുകി ജീവിക്കാൻ ആഗ്രഹിച്ചൊരു മനസ്സായിരുന്നു പരമേശ്വരിയത്. രാഷ്ട്രീയ രംഗം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിക്ക് ഒട്ടും ഉതകുന്നതാണ് ആയിരുന്നില്ല എന്നതായിരുന്നു പരമേശ്വരിയുടെ ചിന്ത. ഒട്ടും താല്പര്യമില്ലാത്ത അത്തരമൊരു മേഖലയിലേക്ക് തന്നെ എന്തുകൊണ്ട് നിർബന്ധിച്ച് അയക്കുന്നു എന്ന് അന്നത്തെ സർക്കാർ വിവാഹമായിരുന്ന ഏകനാഥ് റാണഡജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി താല്പര്യമില്ല എന്നതാണ് താങ്കളെ രാഷ്ട്രീയ രംഗത്തേക്ക് അയക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യതയായി സംഘം കാണുന്നത് എന്നായിരുന്നു മറുപടി. അവിടെയും വിജയകരമായി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് ഭാരതീയ ജനസംഘത്തിന്റെ ആശയമായ മാനവദർശനം ദീനദയാൽ ഉപാധ്യായ രൂപം കൊടുത്തത് കൂടുതൽ വ്യാഖ്യാനങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ, ഭാഷകളിലൂടെ ഭാരതത്തിൽ മുഴുവൻ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി ഞാൻ ഭാരതത്തിന്റെ ചിന്താപരമായ അടിത്തറയെ ഉറപ്പിക്കുന്നതിന് വേണ്ടി സനാതന ധർമ്മത്തിൽ അടിയുറച്ചതായ ഒരു ചിന്താ പദ്ധതിയെ രൂപപ്പെടുത്തുന്നതിനുള്ള, അതിനനുസൃതമായ സാമൂഹ്യ ഘടനകൾ നിർമ്മിക്കുന്ന പ്രവർത്തനമായിരുന്നു ദീനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്തത്. അതും വിജയകരമായി മുന്നേറി. അതിനുശേഷം 1975 ഭാരതത്തിൽ ഏകാധിപത്യത്തിന്റെ നാളുകൾ അടിയന്തരാവസ്ഥയുടെ രൂപത്തിൽ കടന്നു വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള സമര പരിപാടികൾക്കും മാന്യ പരമേശ്വരജി നേതൃത്വം കൊടുത്തു. ആ സമര രംഗത്ത് പടവരുതിയതിൻ്റെ പേരിൽ അദ്ദേഹം പൂർണ്ണമായും ജയിലിലെ കഴിവുകൾക്കുള്ളിലായി. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള തിരിച്ചുവരവ്. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം കേരളത്തിലെ പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുത്തു. 1980 അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരികയും അതിനെ തുടർന്ന് ഭാരതീയ വിചാരരംഗം എന്ന ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള മഹത്തായ വൈചാരിക പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു. ആ വൈചാരിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കാലത്താണ്
കേരളത്തിൽ നിലനിൽക്കുന്നതായ ദേശവിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരായിട്ടുള്ള വൈചാരിക യുദ്ധം മാന്യ പരമേശ്വരൻ നേരിട്ട് നടത്താൻ പറ്റും. അതിനു മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, ലേഖനങ്ങളെല്ലാം ആ തരത്തിലൊരു വൈചാരിക കെട്ടുറപ്പ് ഭാരതത്തിന് ആവശ്യമായ ആ കെട്ടുറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നുവെങ്കിൽ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിന് ശേഷം കേരളം അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായി മാറിയപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന വൈദേശിക പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരായിട്ടും രാഷ്ട്രവിരുദ്ധാശയങ്ങൾക്കെതിരായിട്ടുമുള്ള സന്ധിയില്ലാത്ത സമരം തികച്ചും ഭാവാത്മകമായ വിധത്തിൽ, സംഘാത്മകമായ വിധത്തിൽ അദ്ദേഹം ആരംഭിച്ചു. ആ ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന EMS നമ്പൂതിരിപ്പാടുമായി അദ്ദേഹം ദാർശനിക സംവാദത്തിൽ ഏർപ്പെടുന്നു. കോഴിക്കോട് സർവകലാശാലയിൽ വെച്ച് നടന്ന ആ ദാർശനിക സംവാദത്തിൽ അദ്ദേഹം ഹിന്ദുത്വ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസത്തിന്റെ ദൗർബല്യങ്ങളെ ഉയർത്തി കാണിക്കുകയും ദേശീയ ദർശനമാണ്, ഏകാത്മ ദർശനമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ ദർശന സംവാദം പിന്നീട് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതേപോലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ദാർശനികമായ, ചിന്താപരമായ ഒരു മഹത്തായ സംഭാവനയായിരുന്നു കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ ഭാരതത്തെ മൊത്തത്തിൽ ഭാരതത്തിൽ നിന്ന് അകറ്റി മാറ്റുവാൻ വേണ്ടി ചിലരെല്ലാം ശ്രമിക്കുന്നു. ഇതേപോലത്തെ വിഘടനവാദ പ്രവർത്തനങ്ങൾ ഭാരതത്തിന്റെ ഭിന്നഭാഗങ്ങളിൽ ചിലരെല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാന്യ പരമേശ്വരജി ദേശീയതയുടെ പക്ഷത്തിന്റെ പടനായകനായി നിന്നുകൊണ്ട് ആ ദാർശനിക യുദ്ധം ഏറ്റെടുക്കുകയും ഒരു മഹത്തായ ഉദ്ധരണിയിലൂടെ ഇവരുടെ മുഴുവൻ ആഖ്യാനങ്ങളെയും തകർത്ത് കളയുകയും ചെയ്തു. അദ്ദേഹം ഒന്ന് പറയുകയുണ്ടായി, വിത്തൗട്ട് കേരള ഭാരത് ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് വിത്തൗട്ട് ഭാരത് കേരള ഈസ് ഡേഞ്ചറസ്. കേരളമില്ലാത്ത ഭാരതം അപൂർണമാണ്, ഭാരതീയത്വമില്ലാത്ത കേരളം അപകടകരമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കേരളം ഉൾപ്പെടുന്ന, തമിഴ്നാട് ഉൾപ്പെടുന്ന, കാശ്മീർ ഉൾപ്പെടുന്ന ഭാരതമാണ് യഥാർത്ഥത്തിലുള്ള ഭാരതം. ആ ദേശീയതയുടെ ആ ഏകതയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന നിലപാടെടുത്തുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയും മാർക്സിൽ നിന്ന് മഹർഷിയിലേക്ക് കേരളത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് മാർക്സിസമല്ല, കമ്മ്യൂണിസമല്ല, ആ ഭൗതികവാദത്തിൽ നിന്ന് ആദർശത്തിന്റെ, ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലുള്ള ആദർശമാണ് നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത്. ഇതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മഹത്തരമായ സംഭാവനകൾ. ശ്രീനാരായണ ഗുരുദേവൻ സത്യത്തിൽ കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ മാത്രമായി ചുരുക്കിക്കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ വിശ്വത്തിന് മുഴുവനുള്ള സമ്പൂർണ്ണ വിശ്വത്തിന്റെയും ചക്രവർത്തിയാണ്, ദാർശനിക ചക്രവർത്തിയാണ്, ആധ്യാത്മിക തേജസ്സാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഉതകുന്ന വിധത്തിലുള്ള മഹത്തായ ഒരു ഗ്രന്ഥം ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് പ്രോഫറ്റ് ഓഫ് റിനൈസൻസ്, അതായത് നവോത്ഥാനത്തിന്റെ പ്രവാചകനാണ്, നവോത്ഥാനത്തിന്റെ മുൻനടക്കാരനാണ് എന്ന രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും പിന്നീട് അതിന്റെ പരിഭാഷകൾ ഹിന്ദിയിലും മറ്റു ഭാഷകളിലും എല്ലാം ഗുരുദേവനെ കേരളത്തിന് പുറത്ത് ലോകം അറിയുന്നത് മാന്യ പരമേശ്വരജിയിലൂടെ. ഇതേപോലെ തന്നെയാണ് അരവിന്ദ മഹർഷിയെപ്പോലുള്ള മഹാനായ ദാർശനികന്റെ ദർശനങ്ങൾ കേരളത്തിന് ഏറെ പഴക്കമുണ്ടായിരുന്നില്ല, ഏറെ പരിചയം ഉണ്ടായിരുന്നില്ല. അതിന് പ്രധാന കാരണം ഇവിടെ നിലനിൽക്കുന്ന വൈചാരിക മേഖലയിൽ നിലനിൽക്കുന്ന ഈ ദേശവിരുദ്ധമായ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനം അണരട്ടി തടഞ്ഞു നിർത്തുകയായിരുന്നു അരവിന്ദ മഹർഷിയെ പോലുള്ള, വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള മഹാന്മാരായ ദാർശനികന്മാരുടെ ചിന്തകളെ കേരളത്തിൽ പ്രവേശിക്കാതിരിക്കാൻ. ആ സന്ദർഭത്തിലാണ് മാന്യ പരമേശ്വരജി എഴുതിയത് ഭാവിയുടെ ദാർശനികനാണ് മഹർഷി അരവിന്ദൻ. ആ ഗ്രന്ഥവും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും കേരളത്തിൽ വളരെയേറെ ആ ദർശന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും വ്യാഖ്യാനങ്ങൾ നടക്കുകയും ചെയ്തു. ഇതിനോടൊപ്പമാണ് വിവേകാനന്ദ സ്വാമികളെ കേരളത്തിൽ കൃത്യമായ വിധത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതിയ, മുഴുവൻ ലോകത്തിന് വേണ്ടി എഴുതിയ ഒരു ഗ്രന്ഥമാണ് മാർക്സും വിവേകാനന്ദനും ഒരു താരതമ്യ പഠനം. മാർക്സ് പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ദർശനം എത്ര കണ്ട് ഉൾക്കാമില്ല, പൊള്ളയായ ദർശനമാണ്. നമുക്കാവശ്യമായിട്ടുള്ളത് വിവേകാനന്ദൻ പ്രതിദാനം ചെയ്ത മഹത്തരമായ സനാതന ദർശനമാണ് എന്ന് അദ്ദേഹം നമ്മളെ സൂചിപ്പിച്ചു.
വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഭാരതത്തിലെ മുഴുവൻ ദാർശനിക ആധ്യാത്മിക മുന്നേറ്റങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി എന്ന നിലയിലും വിവേകാനന്ദ സ്വാമികളുടെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ ശതവർഷം 100 വർഷം തികയുന്ന സന്ദർഭത്തിൽ 1997 എവിടെ വെച്ചാണ് വിവേകാനന്ദ സ്വാമികളുടെ വാഗ്വൈഖരി ഗർജനം മുഴങ്ങിയത്? വിവേകാനന്ദൻ എന്ന ആ ആധ്യാത്മിക നരസിംഹത്തിന്റെ വാഗ്വൈഖരി ഗർജനം ഉയർന്ന ആ ഷിക്കാഗോയിലെ മഹത്തായ സമ്മേളന ഹാളിൽ മാനനീയ പരമേശ്വരന്റെ ഹിന്ദുത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വീണ്ടും പ്രസംഗിക്കുകയുണ്ടായി. ഇങ്ങനെ നിരവധിയായ കർമ്മങ്ങൾ. ഇതിനിടയിൽ ഒരു ഉത്തമ സംഘാടകരായി, ഒരു യഥാർത്ഥ സ്വയംസേവകരായി, ഒരു കവിയായി, ഒരു ദാർശനികരായി, ശ്രീരാമകൃഷ്ണ പരമ്പരയിൽപ്പെട്ട ഒരു ആധ്യാത്മിക ആചാര്യനായി, എല്ലാം ഒരു ബഹുതല സ്പർശിയായ ജീവിതം നയിച്ച പരമേശ്വരയുടെ ഈ സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണകളെ ഏറ്റവും അഭിമാനത്തോടുകൂടി സ്മരിക്കുന്ന ഓരോ ദേശീയ വ്യക്തിത്വത്തിനും ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം ഏതൊരു ദർശനത്തിന് വേണ്ടിയിട്ടാണോ ജീവിതം സമർപ്പിച്ചത്, ആ ദർശനത്തെ, ആ ചിന്തയെ, ആ വിചാരത്തെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കുവാൻ വേണ്ടി കൂടുതൽ സമയം പകർന്നു നൽകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. ആ ദൃഷ്ടിയിലാണ് ഭാരതീയ ദർശനങ്ങളെ, ഭാരതീയ ചിന്തയെ ജനസമക്ഷത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ജ്ഞാനയജ്ഞത്തിലേക്ക് സംഘത്തിന്റെ പ്രചാര വിഭാഗം ഈ 2 ദിവസങ്ങളിൽ ഏർപ്പെടുന്നത്. അതിൽ സമയം നൽകി എല്ലാ സ്വയംസേവകരും, സംഘബന്ധുക്കളും, ഹിന്ദുത്വാഭിമാനികളും പങ്കെടുക്കണം. ഈ ജ്ഞാനയജ്ഞത്തിൽ ഗ്രന്ഥങ്ങളുടെ പ്രചരണം, ആശയത്തിന്റെ പ്രചരണത്തിന്റെ മേഖലയിലേക്ക് എല്ലാവരും ഞാൻ മുമ്പേ എന്ന ഭാവത്തിൽ മുന്നിട്ടിറങ്ങി ഈ ജ്ഞാനയജ്ഞത്തിലൂടെ മാനനീയ പരമേശ്വരിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുവാൻ തയ്യാറാണ് എന്ന് അർത്ഥം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വന്ദേ മാതരം.